സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെടുത്തി നടത്തുന്ന ക്വസ്റ്റ്യൻ സീരീസ് ആണ്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ, മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഡാഷ് കൊറോണ. തന്നിരിക്കുന്ന ചോദ്യം കണ്ടല്ലോ. തന്നിരിക്കുന്ന ചോദ്യത്തില് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് ഓപ്ഷനില് ഓഫ് ഉണ്ട്, ബൈ ഉണ്ട്, അറ്റ് ഉണ്ട്, അതുപോലെ ടു ഉണ്ട്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ കണ്ടെത്താം ഉത്തരം? ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓഫാണ്. ഇനി പ്രത്യേകത എന്താണ് മക്കളെ ഓഫ് വരാനുള്ള കാരണം? ഈ ഡൈഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം നമുക്ക് പല പ്രിപ്പോസിഷൻസും ചേർക്കാം. ഒന്ന് നോക്കി, ഡൈഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം നമുക്ക് ഓഫ് ചേർക്കണമെങ്കിൽ തുടർന്ന് വരുന്നത് ഒരു അസുഖത്തിന്റെ പേരായിരിക്കണം. അസുഖങ്ങളുടെ പേരാണെങ്കിൽ ഡൈഡ് ഓഫ് ചേർക്കാം. ഇനി ഡൈഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ഫ്രം ചേർത്ത് പറയാം. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓവർ ഈറ്റിംഗ് എന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഡൈഡ് ഫ്രം പറയാം. ഇനി ഡൈഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ഇന്ന് ചേർത്ത് പറയാം. പ്രത്യേകത തുടർന്ന് വരുന്നത് ആക്സിഡന്റുകളുടെ പേരായിരിക്കും. ആക്സിഡന്റുകളുടെ പേരാണെങ്കിൽ ഡൈഡ് എന്ന് പറയും. ഇനി ഡൈഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ഫോർ ചേർത്ത് പറയാം. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രാജ്യത്തിന് വേണ്ടി മരിച്ചു എന്ന് പറയാൻ വേണ്ടി ഡൈഡ് ഫ്രം പറയും, ഫോർ പറയണം. ലാസ്റ്റ് ഡൈഡ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ബൈ ചേർത്ത് പറയാം. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തുടർന്ന് വരുന്ന വാക്ക് സൂയിസൈഡ് എന്ന വാക്കായിരിക്കണം. സൂയിസൈഡ് എന്നാണ് കിടക്കുന്നതെങ്കിൽ ഡൈഡ് ഫ്രം. ഇപ്പൊ ഡൈഡ് ഓഫ് പറയണമെങ്കിൽ അസുഖങ്ങളുടെ പേരായിരിക്കണം തുടർന്ന് വരുന്നത്. ഡൈഡ് ഫ്രം ആണ് പറയുന്നതെങ്കിൽ ഓവർ ഈറ്റിംഗ് എന്നായിരിക്കണം തുടർന്ന് വരുന്ന വാക്ക്. ഡൈഡ് ഇന്നാണ് പറയുന്നതെങ്കിൽ ആക്സിഡന്റുകളുടെ പേരായിരിക്കണം തുടർന്ന് വരുന്നത്. ഡൈഡ് ഫോർ ആണെങ്കിൽ രാജ്യത്തിന് വേണ്ടി മരിച്ചു എന്ന് കാണിക്കാനും, ഡൈഡ് ബൈ ആണെങ്കിൽ സൂയിസൈഡ് എന്ന വാക്കിനോടൊപ്പം ഡൈഡ് ബൈ ചേർക്കും. അടുത്ത ചോദ്യം നോക്കിയേ, ഐ ഡാഷ് എ മാഡ് മാൻ യെസ്റ്റർഡേ. ഓപ്ഷനില് സി ഉണ്ട്, സോയ ഉണ്ട്, അതുപോലെ ഹാവ് സീ ഉണ്ട്, ഹാവ് സീൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ ആയിട്ടുള്ള സോയ ആണ്. കാരണം യെസ്റ്റർഡേ എന്ന വാക്ക് സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഉത്തരമായിട്ട് വരുന്നത് V2 ആണ്. ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് നമ്മൾ കോഡ് വെച്ചിട്ടാണ് പഠിച്ചത്. എന്തെന്ന് പഠിച്ചു? അലി, ALY, അലി 2024 പ്ലസ് V2 എന്നാണ് പഠിച്ചത്. അലി 2024 പ്ലസ് V2. എയിൽ വരുന്ന വാക്ക് എഗോ, അതുപോലെ എല്ലിൽ വരുന്ന വാക്ക് ലാസ്റ്റ്, അതുപോലെ വൈയിൽ വരുന്ന വാക്ക് യെസ്റ്റർഡേ. 2024 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ വർഷങ്ങൾ. ഇതിലേതെങ്കിലും ഒന്ന് ചോദ്യത്തിലുണ്ടെങ്കിൽ ഉത്തരം V2 ആയിരിക്കും. ഇവിടെ യെസ്റ്റർഡേ വന്നുകൊണ്ട് ഉത്തരം ഏത് വരുന്നുണ്ടല്ലേ? V2 വരും. അടുത്ത ചോദ്യം നോക്കിയേ, റിച്ചാർഡ് ഈസ് ഡാഷ് ഓണസ്റ്റ് പേഴ്സൺ. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെ ദായുണ്ട്, ആനുണ്ട്, എ ഉണ്ട്, ഓഫ് ഉണ്ട്. നോക്കിയേ, ഓണസ്റ്റ് എന്ന വാക്കിന് മുന്നിൽ എന്ത് ചെയ്യുന്നു? ഓ എന്ന് പറയുന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചരിച്ചത്. അതുകൊണ്ട് ആൻ ഓണസ്റ്റ് അവിടെ ഉത്തരമായിട്ട് വരും. നമ്മൾ പഠിച്ചാണ് എ അല്ലെങ്കിൽ ആൻ എങ്ങനെ ഉപയോഗിക്കാന്ന് പഠിച്ചു. ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് അതിന്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ അവയ്ക്ക് മുന്നിൽ എന്ത് ചേർത്ത് പറയുക? ആൻ ചേർക്കുക. അങ്ങനെയല്ല ഉച്ചരിക്കുന്നതെങ്കിൽ എ ചേർത്ത് പറയാം. പഠിച്ചതാണ്. അപ്പൊ നോക്കുക, ഓണസ്റ്റ് എന്ന ഓണസ്റ്റ് എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ഓയിലാണ് ഉച്ചാരണം തുടങ്ങുന്നത്. അതുകൊണ്ട് ആൻ ഓണസ്റ്റ്. കാർ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ കാ എന്ന് പറയുന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചാരണം. കാ സ്വരാക്ഷരം അല്ലാത്തത് കൊണ്ട് എ കാർ എന്ന് പറയുന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റി യാ എന്ന് പറയുന്ന അക്ഷരത്തിലാണ് ഉച്ചാരണം. എ യൂണിവേഴ്സിറ്റി ഉത്തരമായിട്ട് വരും. അടുത്ത നോക്കിയ ചോദ്യം, രാമു സെൽഡം അറ്റൻഡ്സ് ദ മന്ത്ലി മീറ്റിംഗ്സ്. ഉണ്ടല്ലോ, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ സെൽഡം വരുന്നുണ്ട്. സെനൻസ് നെഗറ്റീവ് സെനൻസ്. എന്ത് ടാഗ് ചെയ്യണം? പോസിറ്റീവ് ടാഗാണ് എഴുതുന്നത്. അതായത് പോസിറ്റീവ് ടാഗിന്റെ ഇക്വേഷൻ എങ്ങനെയാ? ഓക്സിലറി വെർബ് എടുത്ത് എഴുതുക, സബ്ജക്റ്റ് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ രാമുവിന് വരെ നമുക്ക് ഹി ഉപയോഗിക്കാം. അറ്റൻഡ്സ് എന്ന് പറയുന്ന വാക്കിന് പകരം എന്ത് ചെയ്യുന്നൂടെ? അറ്റൻഡ്സ് എന്ന വാക്കിന് പകരം നമുക്ക് എന്ത് ചേർത്ത് പറയാം? തന്നിരിക്കുന്ന വാക്കിന് പകരം എസ്സിൽ അവസാനിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചേർത്ത് പറയാൻ മക്കളെ? ഡസ് എന്ന ഓക്സിലറി വെർബ് നമുക്ക് കിട്ടുന്നു. സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഡസ് അതുപോലെ എടുത്ത് എഴുതി, അതുപോലെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി എഴുതി. ഡസ് ഹി ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നത്. ഡസ് ഹി ഉത്തരമായിട്ട് വരും.
അടുത്ത ചോദ്യം നോക്കിയേ. If I were you, I dash about it. Will complain ഓപ്ഷനിലുണ്ട്, would complain ഓപ്ഷനിലുണ്ട്, would have complain ഓപ്ഷനിലുണ്ട്. നൺ ഓഫ് ദീസ്. ഇഫ് ക്ലോസുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമായിരുന്നു. നമുക്ക് ഇഫ് വരുന്ന ഭാഗത്ത് വേറെന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏത് വരും? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻ ഉത്തരം വരുന്നു? ബി ഓപ്ഷൻ ആയിട്ടുള്ള വുഡ് കംപ്ലെയിൻ അവിടെ ഉത്തരം വരുന്നു. ഇഫിന്റെ ഒന്നാമത്തെ റൂൾ എങ്ങനെയാണ് മക്കളെ? ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബോ അല്ലെങ്കിൽ ഡു, ഡസ്, അതുപോലെ ഈസ്, ആം, ആറ്, അതുപോലെ ഹാസ്, ഹാവ്, ഇതിലേതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഉത്തരം വില്ല്, ഷാള്, ക്യാൻ, വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരും. വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. ഇഫിന്റെ രണ്ടാമത്തെ റൂൾ എങ്ങനെയാ? ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരുന്ന സെന്റൻസ് അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ വരുന്ന സെന്റൻസുകളാണെങ്കിൽ മറുഭാഗത്ത് ഉത്തരം ഏത് വരും നോക്കളെ? വുഡ്, അതുപോലെ ഷുഡ്, വുഡ്, ഷുഡ്, കുഡ്, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1, മൈറ്റ് പ്ലസ് V1. ഇഫിന്റെ മൂന്നാമത്തെ റൂൾ എങ്ങനെയാണ്? ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്തെ ഉത്തരം വരുന്നു വുഡ്, ഷുഡ്, കുഡ്, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് ഹാവ് പ്ലസ് V3, ഹാവ് പ്ലസ് V3. ഇതാണ് ഇഫിന്റെ 3 റൂൾ. ഇവിടെ വേറെ വന്നുകൊണ്ട് മറുഭാഗത്ത് വുഡ് പ്ലസ് V1, വുഡ് പ്ലസ് V1, വുഡ് കംപ്ലെയിൻ ഉത്തരം വരുന്നു. ചോദ്യം നോക്കിയേ. They dash him for many years. കണ്ടല്ലോ, അപ്പൊ നമ്മൾ പഠിച്ചതാണ് സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ ഉത്തരം ഏത് വരുന്നു? ഹാസ് ഓർ ഹൗ പ്ലസ് ഏത്? ബീൻ പ്ലസ് ING. നമ്മൾ ഓപ്ഷനിൽ ഹാസ് ബീൻ ഇല്ല, ഹൗ ബീൻ ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെ ഉത്തരം കണ്ടെത്താം? നമ്മൾ പഠിച്ചതാണ് സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഏതാണെന്ന് പറഞ്ഞു? ഹാസ് ബീൻ എഴുതാം, അതുപോലെ ഹാവ് ബീൻ എഴുതാം, ഹൗ ബീൻ എഴുതാം. കഴിഞ്ഞിട്ട് ഉത്തരം ഏത് പറഞ്ഞു മക്കളെ? ING ആണ് വരേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ നോക്കിയാണ്ട് ഇവിടെ ഹാസ് പ്ലസ് ING ആണ്, അത് എഴുതൂല. ഇനി നമ്മൾ പഠിച്ചത് സിൻസ് അല്ലെങ്കിൽ ഫോർ വരുന്ന സെന്റൻസുകളിൽ സ്റ്റേറ്റീവ് വെർബാണ് വരുന്നതെങ്കിൽ, സ്റ്റേറ്റീവ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ചിന്തയിൽ വരുന്ന പ്രവൃത്തികൾ. വെർബുകൾ രണ്ട് തരമാണ്. ഒന്ന് ഡൈനാമിക് വെർബും ഉണ്ട്, രണ്ടാമത്തെ സ്റ്റേറ്റീവ് വെർബും. ഡൈനാമിക് വെർബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വെർബ് പറയുമ്പം ശരീരം അനങ്ങി ചെയ്യുന്ന പ്രവൃത്തി, ഫിസിക്കൽ ആക്ഷൻസിന് പറയുന്ന പേരാണ് ഡൈനാമിക് വെർബ്. മെന്റൽ ആക്ഷൻസിന് പറയുന്ന പേര് സ്റ്റേറ്റീവ് വെർബ്. മെന്റൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ചിന്തയിൽ വരുന്ന പ്രവൃത്തി. ലവ്, നോ, ഹേറ്റ്, റിമെമ്പർ, ഇതെല്ലാം സ്റ്റേറ്റീവ്. ഈ സ്റ്റേറ്റീവ് വെർബുകൾക്ക് എന്തില്ല കുട്ടികളെ? ING രൂപമില്ല. സ്റ്റേറ്റീവ് വെർബുകൾക്ക് എന്തില്ല? ING രൂപം പറയാറില്ല. അതുകൊണ്ട് സിൻസ് ഫോർ വരുന്ന സെന്റൻസുകളിൽ സ്റ്റേറ്റീവ് വെർബാണ് വരുന്നതെങ്കിൽ ഉത്തരം ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എഴുതണം. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എഴുതണം. ഓർമ്മയിലിരിക്കുക. നമുക്ക് ദേ പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ്, നോൺ അവിടെ ഉത്തരമായിട്ട് വരുന്നു. സി ഓപ്ഷൻ. ചോദ്യം. റോഗർ is the dash of the two of our four brothers. കണ്ടല്ലോ, തന്നിരിക്കുന്നതിൽ ദാ കഴിഞ്ഞിട്ട് ഡാഷ് കിടക്കുന്നു. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മൾ പഠിച്ചു വയ്ക്കുക. സോ അല്ലെങ്കിൽ അസ് കഴിഞ്ഞിട്ടാണ് ഡാഷ് വരുന്നതെങ്കിൽ പോസിറ്റീവ് ഡിഗ്രിയാണ് ഉത്തരം. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവുകൾ. ടോള്, ബിഗ്, സ്മോള്, ക്ലവർ, വണ്ടർഫുള്ള്, ഇങ്ങനെയുള്ള വാക്കുകൾ. ഇനി ഡാഷ് കഴിഞ്ഞിട്ട് ദാൻ എന്ന വാക്കാണ് വരുന്നതെങ്കിൽ കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ഉത്തരം. കമ്പാരറ്റീവ് ഡിഗ്രി എങ്ങനെ കണ്ടെത്താം? ERൽ അവസാനിക്കുന്നതോ അല്ല എങ്കിൽ മോറിൽ തുടങ്ങുന്നതായിട്ടുള്ള വാക്കുകൾ. എന്നാൽ ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് വരുന്നതെങ്കിൽ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. എങ്ങനെ കണ്ടെത്താം? EST അവസാനിക്കുന്നതോ മോസ്റ്റ് തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്ക്. നമുക്ക് ഇവിടെ ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നത്. അപ്പൊ EST അല്ലെങ്കിൽ മോസ്റ്റ്. ESTയിൽ വരുന്ന വാക്ക് രണ്ടെണ്ണമാണ്. എൽഡസ്റ്റും ഉണ്ട്, ഓൾഡസ്റ്റ് ഉണ്ട്. ഇത് രണ്ടിൽ ഏതുവാണോ വരാം. നമുക്ക് ഇനി ഇത് രണ്ടിൽ ഏതെന്ന് എങ്ങനെ കണ്ടെത്താം? നമുക്ക് എൽഡറിന്റെ ക്ലാസിഫിക്കേഷൻസ് ബ്ലഡ് റിലേഷനെ സൂചിപ്പിക്കുന്ന സെന്റൻസിലും ഓൾഡറിന്റെ ക്ലാസിഫിക്കേഷൻസ് അതർ റിലേഷനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ
രക്തബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ എൽഡറിന്റെ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാം. അതർ റിലേഷൻസ് ആണെങ്കിൽ ഓൾഡർ ഉപയോഗിക്കാം. അതർ ഓൾഡർ. ഇവിടെ നമുക്ക് 4 ബ്രദേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്ലഡ് റിലേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. ചോദ്യം നോക്കിയാണ് അടുത്തത്. റൈറ്റ് പാസീവ് ഫോം ഓഫ് ഹാവ് യു സീൻ എ ടൈഗർ. പാസീവ് ഫോം എഴുതാനാണ്. നമുക്ക് അവിടെ ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ പാസീവാണ് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് പാസീവിലോട്ട് മാറ്റാൻ വേണ്ടി പറയുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? തന്നിരിക്കുന്ന ചോദ്യത്തില് ആദ്യം എന്ത് ചെയ്യുക? നമുക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് ഓ പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂൾ. പാസീവ് റൂളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പാസീവ് റൂൾ ഇതാണ് പഠിക്കേണ്ടത്. പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂൾ. അതായത് പാസീവ് റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ആം ആറ് വാസ് വേർ വരുന്ന സെനൻസിൽ ബീങ് കഴിഞ്ഞിട്ട് V3 എഴുതി കൊടുക്കുക. ബീങ് പ്ലസ് V3 എഴുതുക. ഹാസ് ഹാവ് ഹാഡ് വരുന്ന സെനൻസിൽ ബീങ് കഴിഞ്ഞിട്ട് V3 എഴുതുക. വലിയ മുതൽ ഓട്ടിട്ട് വരെ വരുന്ന ഒരു ചോദ്യമാണ് തരുന്നതെങ്കിൽ ബി കഴിഞ്ഞിട്ട് V3 എഴുതുക. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ V3 മാത്രം എഴുതുക. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ V3 മാത്രം എഴുതുക. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ഒക്കെ വന്നാൽ V3 മാത്രം എഴുതുക. അതാണ് പാസീവ് റൂൾ എഴുതേണ്ടത്. ഇവിടെ നോക്കിയാണ് ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല എങ്കിൽ ഓക്സിലറി തുടങ്ങാം. ഓക്സിലറി തൊട്ട് തുടങ്ങിയാൽ മതി. ഓക്സിലറി എന്ന് പറയുന്നത് ഇവിടെ ഹാവ് ആണ് കിടക്കുന്നത്. നമ്മൾ എ ടൈഗറിനനുസരിച്ച് ഹാവ് എന്ന് പറയുന്നത് എ ടൈഗർ സിംഗുലാർ ആയതുകൊണ്ട് ഹാവിന് പകരം എന്തെഴുതുക? ഹാസ് എഴുതുക. ഹാസ് വരുന്ന 2 ഓപ്ഷനാണ്. എ ഓപ്ഷനുണ്ട്, ഏത് ബി ഓപ്ഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ടൈഗർ എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്തെഴുതണം കൂട്ടലെ? ടൈഗർ ഒബ്ജക്റ്റ് എഴുതി. അത് കഴിഞ്ഞിട്ട് പാസീവ് റൂള് ഹാസ് ഹാവ് ഹാഡ് വന്നാൽ ബീൻ പ്ലസ് V3 ആണ്. ബീൻ പ്ലസ് V3 എഴുതിയിട്ടുണ്ട്. രണ്ടിലും ബീൻ പ്ലസ് V3. ഇനി ബൈ യു ഉണ്ട്, ഫോർ യു ഉണ്ട്. നമുക്ക് ഏത് വരും? പാസീവ് വോയിസിൽ ബൈ ചേർത്താണ് പറയുന്നത്. അതുകൊണ്ട് എ ഓപ്ഷനാണ് ഉത്തരം പറയുന്നത്. ഫോർ യു പറയാറില്ല, ബൈ യു എന്നാണ് പറയുന്നത്. ബൈ പ്ലസ് സബ്ജക്റ്റ്. അടുത്ത് നോക്കിയാണ്ടോ? ചൂസ് ദ കറക്റ്റ് വൺ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സെന്റൻസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഹാസ് വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ. എ ഗുഡ് ഡീൽ ഓഫ് ടൈം വെയർ വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ. എ ഗുഡ് ഡീൽ ഓഫ് ടൈം വെയർ വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ. അതേപോലെ എ ഗുഡ് ഡീൽ ഓഫ് ടൈം വാസ് വേസ്റ്റഡ് ഓൺ. എ ഗുഡ് ഡീൽ ഓഫ് ടൈം വാസ് വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ. ഓൺ ദിസ് ഇഷ്യൂ. ഇങ്ങനെ നോക്കിയാണ് തന്നിരിക്കുന്ന ചോദ്യത്തില് എ ഗുഡ് ഡീൽ ഓഫ് വരുന്ന സെന്റൻസ് ആണ്. എ ഗുഡ് ഡീല് അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഡീല്. എ ഗുഡ് ഡീൽ അല്ലെങ്കിൽ എ ഗ്രേറ്റ് ഡീല് വരുന്ന സെന്റൻസുകളിൽ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതായിരിക്കണം? സിംഗുലാർ വെർബുകളായിരിക്കണം വരേണ്ടത്. അപ്പൊ സിംഗുലാർ വരുന്ന ഏതായിരിക്കണം? അതായത് എ ഗുഡ് ഡീല്, എ ഗുഡ് ഡീല്, അതുപോലെ എ ഗ്രേറ്റ് ഡീല്, ഈ വാക്കുകൾ വരുന്ന സെന്റൻസുകളിൽ സബ്ജക്റ്റ് തുടർന്ന് വരുന്ന സബ്ജക്റ്റ് അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ഉത്തരം സിംഗുലാർ വെർബും കൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം പ്ലൂറൽ വെർബും ആയിരിക്കണം. ഇവിടെ നോക്ക്. അപ്പൊ നമുക്കിവിടെ ടൈം എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ട് ഉത്തരം സിംഗുലാർ ആണ് വരേണ്ടത്. ഹാസ് സിംഗുലാർ ആണ്, വാസ് സിംഗുലാർ ആണ്. ഇത് രണ്ടിൽ ഏതെങ്ങനെ എഴുതാം? നമുക്ക് വാസാണ് ഉത്തരം വരുന്നത്. കാരണം എന്താ? ആകുന്നു എന്ന അർത്ഥത്തില് വാസാണ്. ഹാസ് ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വാസാണ് വരുന്നത്. വാസ് വേസ്റ്റഡ് ഓൺ ദിസ് ഇഷ്യൂ അവിടെ ഉത്തരമായിട്ട് വരും. ചോദ്യം നോക്കിയാണ് മക്കളെ. ഗോ ടു ദ ഡോഗ്സ് മീൻസ് ഡാഷ്. ഗോ ടു ദ ഡോഗ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാണ്? അതൊരു ഇഡിയമാണ്. ഗോ ടു ദ ഡോഗ്സ് മീൻസ് റൂയിൻഡ് എന്നാണ് കേട്ടോ. ഗോ ടു ദ ഡോഗ്സ് മീൻസ് റൂയിൻഡ്, നശിപ്പിക്കുക എന്നാണ്. ടു ബി എ ഡോഗ് എന്ന് പറഞ്ഞാൽ, ടു ബി എ ഡോഗ് എന്ന് പറഞ്ഞാലും ഗോ ടു ദ ഡോഗ്സ് എന്ന് പറഞ്ഞാലും റൂയിൻഡ് എന്നാണ്. അപ്പൊ ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ മിസറബിൾ ലൈഫ് എന്നാണ്. ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ മിസറബിൾ ലൈഫ് എന്നാണ്. ഡോഗ് ഈറ്റ്സ് ഡോഗ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് സെയിൽ എന്നാണ്. ഡോഗ് ഈറ്റ്സ് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പറ്റീറ്റീവ് സെയിൽ എന്നാണ്. അതേപോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ ക്വാറലിംഗ് ലൈഫ് എന്നാണ്, വഴക്കുണ്ടാക്കുക. എന്നാൽ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാലോ ഹെവി റെയിൻ എന്നാണ്. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഹെവി റെയിൻ. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാലും ഹെവി റെയിൻ ആണ്. ചോദ്യം നോക്കി. അടുത്ത ചോദ്യം. ജോൺ ഈസ് ദ മാൻ ഡാഷ് സേവ്ഡ് ദ ചൈൽഡ്. ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വിച്ച് ഓപ്ഷനിലുണ്ട്? ഹൂം ഉണ്ട്, ഹൂ ഉണ്ട്, ഹൂസ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു? നമുക്കിവിടെ ഹൂ, സി ഓപ്ഷനാണ്. റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സി ഓപ്ഷൻ ഉത്തരം വരും. ഇനി നോക്കിയേ, നമുക്ക് റിലേറ്റീവ് പ്രൊനൗൺ ഹൂ ഉപയോഗിക്കാറുണ്ട്, ഹൂസ് ഉപയോഗിക്കാറുണ്ട്, ഹൂം, വിച്ച്, ദാറ്റ്, വാട്ട്, വെയർ, ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രൊനൗൺ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെന്റൻസ്, പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹൂ ആണ് കേട്ടോ. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെൻസ് ഇവിടെ നോക്കടോ, മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഡാഷ് ഇൻഡ് സേവ്ഡ് എന്ന് പറയുന്ന മെയിൻ വെർബാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹൂ ആയിരുന്നു. എന്നാൽ ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് കിടക്കുന്നതെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് ദി ഹൂസ് ആണ്. ഡാഷ് കഴിഞ്ഞിട്ട് നൗണാണ് കിടക്കുന്നതെങ്കിൽ ഹൂസ് ഉത്തരം. ഇനി അടുത്ത് നോക്കിയേ, ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് പ്രോനൗൺ ആണ് കിടക്കുന്നതെങ്കിൽ, പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകൾ, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ, സംബഡി, സംവൺ, സംതിങ്, എനിബഡി, എനിവൺ, എനിത്തിങ്, നോബഡി, നോ വൺ, നത്തിങ്, ഇങ്ങനെയുള്ള വാക്കുകളാണെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് ഹൂമാണ് ഉത്തരമായിട്ട് വരുന്നത്. തിങ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെന്റൻസുകൾ ഉത്തരമായിട്ട് വരുന്നത് വിച്ചു എഴുതാം, ദാറ്റു എഴുതാം. തിങ്സ് ഓർ ആനിമൽ ആണെങ്കിൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ വരുന്നത് ഹൂവാണ്. ചോദ്യം നോക്കിയേ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രിമാ ഫേസി? പ്രിമാ ഫേസി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു ഫോറിൻ യൂസേജ് ആണ്. പ്രിമാ ഫേസി മീൻസ് ഫസ്റ്റ് സൈറ്റ് എന്നാണ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്ന ഫസ്റ്റ് വ്യൂ. പെർസോണ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ വെൽക്കം ഗസ്റ്റ് എന്നാണ്. പെർസോണ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ വെൽക്കം ഗസ്റ്റ്. പെർസോണ നോൺ ഗ്രേറ്റ് എന്ന് പറഞ്ഞാലോ അൺവെൽക്കംഡ് പേഴ്സൺ എന്നാണ്. പെർസോണ നോൺ ഗ്രേറ്റ അൺവെൽക്കംഡ് പേഴ്സൺ. ഓക്കെ, ആബ് ഇനിഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് എന്നാണ്. ആബ് ഇനിഷ്യോ ഫ്രം ദ ബിഗിനിങ് എന്നാണ്. ആബ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഒറിജിനൽ എന്നാണ്. ആബ് ഒറിജിൻ ഫ്രം ദ ഒറിജിനൽ. ബെല്ല ഡൊന്ന എന്ന് പറഞ്ഞാൽ പ്രിറ്റി വുമൺ എന്നാണ്. ബെല്ല ഡൊന്ന പ്രിറ്റി വുമൺ. അപ്പം അങ്ങനെ നമ്മുടെ ഫോറിൻ വേർഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നോക്കി വയ്ക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, മൈ മദർ ഹെൽപ്ഡ് മീ ഡാഷ് മൈ ഹോംവർക്ക്. മൈ മദർ ഹെൽപ്ഡ് മീ ഡാഷ് മൈ ഹോംവർക്ക്. ടു ഡു ഓപ്ഷനിലുണ്ട്, ഡൂയിങ് ഉണ്ട്, ഡിഡ് ഉണ്ട്, ഡു ഉണ്ട്. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ആയിട്ടുള്ള ഡു ആണ്. ഇനി കാരണം എന്താ? ബെയർ ഇൻഫിനിറ്റീവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ലെറ്റ്, ഓക്കെ, ഈ വാക്കൊന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത്. ലെറ്റ്, അതുപോലെ മേക്ക്, മെയ്ഡ്. ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, അതുപോലെ വാച്ച്, സീ, ഹിയർ, ഫീല്. വാച്ച്, സീ, ഹിയർ, ഫീല്, ഹെൽപ്പ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്നത് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഉത്തരം V1 ആണ്. ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീൽ, ഹെൽപ്പ്. നോക്കട്ടെ, ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹെൽപ്ഡ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞിട്ട് മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഉത്തരം V1. ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ. ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് V1 ആണ്. അതുപോലെ വുഡ് ബെറ്റർ, വുഡ് റാദർ, വുഡ് സൂണർ കഴിഞ്ഞിട്ട് വരുന്ന വെർബും V1 ആണ്, മറക്കരുത്. ഓക്കെ, നമ്മൾ 13 ചോദ്യങ്ങളാണ് നോക്കിയത്. എല്ലാവരും എന്നോടൊപ്പം ചോദ്യം ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാർക്കുകൾ കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ.